വിചാരം. എൻ്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല. നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കി വയലൻസിനെ, അക്രമത്തെ, ചോരയെ, കച്ചവടം. വയലൻസ് ഉള്ള സിനിമകളൊക്കെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, പണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന വ്യക്തികൾ നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന കാലയളവിലും വയലൻസ് ഉള്ള സിനിമ. ഹായ് ഗൈസ്, ഐ മിച്ചു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാർക്കോ സിനിമ റിലീസായിട്ട് ഇപ്പൊ ഏകദേശം 17 ദിവസമായിട്ടുണ്ട്. ഈ 17ാമത്തെ ദിവസം വന്ന് നിൽക്കുമ്പോൾ കൂടെ റിലീസായിട്ടുള്ള സിനിമകളും അല്ലെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളും അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിറങ്ങിയ സിനിമകളും എല്ലാം ബ്രേക്ക് ചെയ്ത് ഒരുപാട് താര വാല്യൂ ഉള്ള നടന്മാരുടെ സിനിമകൾ വരെ ബ്രേക്ക് ചെയ്തത് ഇപ്പം ഇന്ത്യയിൽ 1ാം നമ്പറായിട്ട് വന്ന് നിൽക്കുന്നു. സിനിമയെക്കുറിച്ച് പല വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്തിട്ടുള്ളപ്പോഴെല്ലാം എനിക്ക് പല തരത്തിലുള്ള അപ്ഡേഷൻസ് ആയിരുന്നു ഈ പറയുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എനിക്ക് എത്തിക്കാനുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു അപ്ഡേഷനും അല്ലെങ്കിൽ ആ സിനിമയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ സിനിമ ഇഷ്ടമല്ലാത്ത ആൾക്കാർ, നിങ്ങൾക്കറിയാലോ അത്തരത്തിലുള്ള ആൾക്കാരും ഈ സിനിമയുടെ പിന്നിലുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുടെ എന്താണ് പറയാനുള്ളത് എന്നതാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആദ്യം ആ സിനിമയെക്കുറിച്ച് പറയാൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറും 30 തിയേറ്ററുകളിൽ ആരംഭിച്ചൊരു സിനിമ ഇപ്പം ഇന്ത്യയിൽ 3000 തിയേറ്ററിലേക്ക് ആ ഒരു സിനിമ എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 17ാമത്തെ ദിവസവും കളക്ഷനും അതുപോലെ തന്നെ നിൽക്കുന്നു. ഇതൊരു വലിയ താര വാല്യൂ ഉള്ള അല്ലെങ്കിൽ 100 കോടി രൂപ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു ആക്ടറുടെ ഒരു സിനിമയല്ല. ഇന്ത്യയിലെ ഒരു 90% ജനങ്ങൾക്കും അറിഞ്ഞുപോലും കൂടാത്ത ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സുപരിചിതമല്ലാത്ത പേരുള്ള ഒരു വ്യക്തിയുടെ സിനിമയാണ് ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താര വാല്യൂ ഒന്നും അല്ല ഇതിന് മുൻഗണനയായിട്ട് നിൽക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആ ഒരു സംവിധായകനുമല്ല. എന്റർടൈൻമെന്റ് മാത്രമായിരിക്കും. ഞാൻ ഈ പറയുന്ന വാക്ക് ഈ ഒരു വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. സിനിമയെക്കുറിച്ച് പറയാനുള്ള സിനിമയുടെ അപ്ഡേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ ഇപ്പം അക്രോസ് വേൾഡ് വൈഡ് 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദന്റെ അടുത്ത സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ സിനിമ മാറ്റി നിർത്താം, മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ 100 കോടി ക്ലബിലേക്ക് കയറിയിട്ടുള്ള താരരാജാക്കന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കമാണ്. വിരലിലല്ല, ചിലപ്പോൾ ഒരു 4 വിരലിൽ താഴെ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ അതിനകത്ത് എത്തിയിട്ടുള്ളൂ. അതിനകത്ത് ഒരു താരവാല്യൂ ഇല്ലാത്തൊരു വ്യക്തി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി അല്ലെങ്കിൽ ആയി കഴിഞ്ഞു എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനിയും ഇതിന്റെ ഒരു ഷോൾഡർ വെയിറ്റ് ആണല്ലോ. ഈ വെയിറ്റ് കൃത്യമായിട്ട് ഉണ്ണിമുകുന്ദൻ നിലനിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇനി തുടർന്ന് വരാൻ പോകുന്ന സിനിമകൾ നിലനിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ഉണ്ണിമുകുന്ദൻ ബിക്കംസ് എ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ. ഇനി ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, പക്ഷെ പാൻ ഇന്ത്യൻ സിനിമ ഓടി. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരണം. സിനിമയുടെ 2ാമത്തെ അപ്ഡേഷൻ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കൊറിയക്കാരാണ് ഈ പറയുന്ന വയലൻസ് സിനിമ എന്താണ് എന്ന് നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അവർക്ക് മുന്നിലേക്ക് ഒരു ഇന്ത്യൻ സിനിമ, ആദ്യം ഇറങ്ങിയത് ബാഹുബലിയായിരുന്നു. ആ ബാഹുബലിക്ക് ശേഷം ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു മൂവി, അതും മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്നൊരു സിനിമ. ഇതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ല മലയാളികൾക്ക്. കാരണം നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമയായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊസിഷൻ ആയിരിക്കും. ആ ഒരു പൊസിഷനിലേക്ക് ഈ 2024 അവസാനം തന്നെ റിലീസ് ചെയ്തിട്ടുള്ളൊരു സിനിമ ആ ഒരു ലെവലിലേക്ക് കൊറിയയിൽ വരെ റിലീസ് ചെയ്യാനായിട്ട് എത്തിക്കുന്നു. അതായത് 2025 ഏപ്രിലോട് കൂടിയായിരിക്കും കൊറിയയിൽ ഈ സിനിമ പരിഭാഷ ചെയ്ത് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അത് തികച്ചും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. കാരണം വയലൻസ് അല്ലെ, KGF പറയുന്ന ആ ഒരു വയലൻസ് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു സിനിമ തികച്ചും ഈ ഒരു സിനിമ മാത്രമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ സിനിമ എത്തിപ്പെടാൻ പറ്റുന്ന പല രീതിയിലുള്ള കൊടുമുടികളിലേക്ക് എത്തി നിൽക്കുമ്പോഴും സിനിമയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പലതും ഉണ്ട്. നമ്മൾ അത്തരത്തിൽ പല കാര്യങ്ങൾ എൻ്റെ ഈ ചാനലിലൂടെ എടുത്ത് വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. അത്തരത്തിലൊരു കാര്യമാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, മീഡിയ വണ്ണിലെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. ആ പ്രോഗ്രാമിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം കഴിഞ്ഞ ഉണ്ണിമുകുന്ദന്റെ മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഇറങ്ങി ജയ് ഗണേശ് സിനിമ ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് വയലൻസ് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. മാർക്കോ ആ സിനിമ വയലൻസ് ആണ്, പരമാവധി വയലൻസിന് എന്താ വീരപരിവേഷം കൊടുക്കാൻ, ഗ്ലോറിഫൈ ചെയ്യാണ് എന്ന് മാത്രമല്ല, അടുത്ത 2ാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ അത് ഉണ്ടാക്കിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വയലൻസിനെ പൊതുസ്വീകാര്യതയുള്ളൊരു സംഗതിയാക്കുക, അതിനെ ഹീറോയിക്കാക്കുക എന്ന് വെച്ചാൽ അത് ആളുകളെ എത്ര സുഖകരമായിരിക്കും സ്വാധീനിക്കുക എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വീണ്ടും പറഞ്ഞ പോയിന്റ് ഇതാണ്. ഞങ്ങളുടെ തീർച്ചയായിട്ടും അത് ആളുകളെ എത്തരത്തിലാണ് സ്വാധീനിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തികച്ചും അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രമായിട്ടും സ്വാധീനിക്കുന്നത്. അത് ബാക്കി കൂടെ കണ്ടിട്ട് നമുക്ക് ക്ലിയർ കട്ടായിട്ട് ബാക്കി സംസാരിക്കാം. സിനിമയിൽ പരമാവധി അക്രമമുണ്ട് എന്ന് മാത്രം പറയാം, വേറെ ഒന്നും പറയാതെ അത് പ്രചരിപ്പിക്കുക, അതൊരു കീ സ്ട്രാറ്റജി ആക്കി എടുത്താൽ അത് കുഴപ്പമാണെന്ന് തന്നെയാണ് എൻ്റെ. അങ്ങനല്ല, സിനിമയ്ക്കുള്ളിലെ കോണ്ടന്റ് എന്താണോ അത് പ്രചരിപ്പിക്കുക. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. സിനിമയ്ക്കുള്ളിലെ കോണ്ടന്റ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ, എൻ്റെ അറിവിൽ കൃത്യമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ ഈ മാർക്കോ എന്ന് പറഞ്ഞൊരു മൂവി തന്നെ. വിചാരം
എൻ്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല. നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കി വയലൻസിനെ, അക്രമത്തെ, ചോരയെ, കച്ചവടം. വയലൻസ് ഉള്ള സിനിമകളൊക്കെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, പണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന വ്യക്തികൾ നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന കാലയളവിലും വയലൻസ് ഉള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വയലൻസിന്റെ അങ്ങേയറ്റം ഏതാ ഇങ്ങേയറ്റം ഏതാ എന്ന് നോക്കാനൊന്നും ആർക്കും കഴിയത്തൊന്നുമില്ല. ഒരു വ്യക്തിയെ കൊല്ലുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ആക്രമണം കൊണ്ട് ചാവുന്നതാണ് എന്നുണ്ടെങ്കിൽ അതൊരു വയലൻസ് തന്നെ. അല്ലാതെ ചെവി കടിച്ചു കീറുന്നത്, നിങ്ങൾ ഈ പറയുന്ന കൈ മുറിച്ച് മാറ്റുന്നത് മാത്രമാണ് വയലൻസ് എന്ന രീതിയിൽ ചിത്രീകരിച്ച് എടുത്തു വെച്ച് ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് എന്ന രീതിയിലൊരു പ്രൊമോഷനും കൂടെ നിങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരേണ്ട. മാർഗമാക്കുന്നത് ഒരു നല്ല ട്രെൻഡ് അല്ലെന്ന അഭിപ്രായം എനിക്കുണ്ട്. യെസ്, എന്തായാലും സിനിമകൾ ഒരിക്കലും അതൊരു ട്രെൻഡ് അല്ല. നമുക്ക് ചേച്ചിക്കും കൂടെ എന്താ പറയാനുള്ളത് കൂടെ കേൾക്കാം. നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. അത് പോസിറ്റീവായും നെഗറ്റീവായും അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് എന്നത് ഉറപ്പ് തന്നെയാണ്. സിനിമകളിൽ കഥയ്ക്ക് യോജിച്ച ഇതുപോലെയുള്ള അക്രമ സീനുകൾ തെറ്റില്ലെന്ന് പറയാം. പക്ഷേ അക്രമം മാത്രം ഒരു പ്രമേയമാക്കിക്കൊണ്ട് സിനിമകൾ വരുമ്പോൾ അതിൽ തെറ്റുണ്ട് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. അതെന്തായാലും നല്ലൊരു വിലയിരുത്തലായിരിക്കും ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമ ഇറങ്ങിയ സമയത്തും ഇതുപോലെ തന്നെ ഉള്ളൊരു വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൈവങ്ങൾ ഹിന്ദു ആചാരത്തിലുള്ളത് കൊണ്ട് ഇനിയും ഉണ്ണിമുഖത്തിന് ഒരുപാട് സിനിമകൾ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഹിന്ദു ആചാരങ്ങളിൽപ്പെട്ടൊരു മാർക്കോയാണ് അടുത്ത സിനിമയായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും ഒരു ചർച്ചാ വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. മാർക്കോയിൽ കണ്ടിട്ടുള്ള ബ്ലഡുകളും മാർക്കോയിൽ കണ്ടിട്ടുള്ള കൊലപാതകങ്ങളും സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കിടയിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ കൊറിയൻ ആണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ വയലൻസോട് കൂടി സിനിമകൾ ചിത്രീകരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കൊറിയ, നിങ്ങളൊരു നോർത്ത് കൊറിയ ചുമ്മാ എടുത്തു നോക്കി കഴിയുമ്പോഴത്തേക്കിന് അവിടെ കിങ് ജോങ് ഉൻ അദ്ദേഹത്തിന്റെ ഭരണ കാലയളവിൽ എത്ര കൊലപാതകങ്ങളാണ് അവിടെ നടക്കുന്നത്? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കും. ഇതെല്ലാം സിനിമ കണ്ടിട്ടാണ് അവിടെ കാണിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അവിടെ നിയമത്തിന്റെ മുകളിൽ ഒന്നും പറക്കത്തില്ല. അല്ലെ, നമ്മളിവിടെ പറയുമല്ലോ, പണത്തിന് മീതെ പരുന്ത് പറക്കത്തില്ല. അതുപോലെ തന്നെ നിയമത്തിന്റെ മേളിൽ ഒന്നും പറക്കത്തില്ല. നമ്മുടെ നാട്ടിൽ ഈ സിനിമ കണ്ട ഒരുത്തൻ ആ ഒരു കൊലപാതകം ചെയ്താലോ എന്ന് ആഗ്രഹിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അകത്താവും, അല്ലെങ്കിൽ അകത്തായ പണി കിട്ടുമെന്നുള്ളൊരു കാര്യം. എൻ്റെ നാട് കൊല്ലമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കൊല്ലത്ത് സംഭവിക്കുന്ന അത്രയും മൃഗീയ കൊലപാതകങ്ങളോ പീഡനങ്ങളോ അക്രമങ്ങളോ ഒന്നും കേരളത്തിലെ ഒരു ജില്ലയിലും സംഭവിക്കുന്നില്ല. ഇതെല്ലാം സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആയി വരുന്ന കാര്യങ്ങളല്ല. നിയമത്തിന്റെ ആനുകൂല്യങ്ങളും പഴുതുകളും നിയമത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ പറയുന്ന നിയമം നിർവഹിക്കുന്ന വ്യക്തികൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടാവുന്നത്. അതൊരിക്കലും സിനിമ കണ്ട് മുന്നോട്ട് വരുന്നതല്ല. ഒരു സിനിമ കണ്ട് അവൻ അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരുത്തിന് ആ പ്രചോദനം ഉണ്ടാവാതിരിക്കാനുള്ള മാർഗം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ നാട്ടിലെ നിയമം തന്നെയാണ്. നിയമത്തിനുണ്ടാകേണ്ട മാറ്റമാണ്. ഇവിടെ ഒരു അക്രമം കാണിച്ചവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ ജയിലിൽ പോയി അവനെ കാണാനും അവനെ മാലയിട്ട് സ്വീകരിക്കാനും അവനെ കൊണ്ടുവന്ന് കേക്ക് മുറിക്കാനും അവനെ കൊണ്ടുവന്നിട്ട് അവന്റെ വീടിന്റെ പാലുകാച്ചിന് വരെ പോകാൻ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിൽ ആൾക്കാരുള്ളതാണോ പ്രചോദനമായിട്ട് മുന്നോട്ട് വരുന്നത്? അതോ 2.5 മണിക്കൂർ 140 രൂപ ടിക്കറ്റ് എടുത്തിട്ട് പോയിരുന്ന് കാണുന്ന ആൾക്കാരാണോ പ്രചോദനമായിട്ട് വരുന്നത്? പ്രചോദനം എന്താണെന്ന് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിച്ചിട്ട് അവന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ട് അവൻ ജയിലിൽ പോയി കിടക്കുമ്പോഴത്തേന് അവൻ സിന്ദാബായും വിളിച്ച് അവൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതുപോലുള്ള ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങായിട്ട് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം ജനനന്മയ്ക്കും അല്ലെങ്കിൽ ജനങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് അതെല്ലാം നല്ല കാര്യങ്ങൾ, അതിനെല്ലാം നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ അത്രയും വലിയ താല്പര്യ കക്ഷികളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയ 1-2 വർഷം അകത്ത് പോയി കിടന്നിട്ട് ജാമ്യം എടുത്ത് പുറത്തോട്ട് വരുന്നു, നല്ല സുഖജീവിതം നയിക്കുന്നു, പുറത്ത് വരുമ്പോൾ കോടീശ്വരനായിട്ട് നടക്കുന്നു, കോടികളുള്ള കാറുകളുണ്ട്, ഇതെല്ലാം ആയിട്ട് മുന്നോട്ട് നടക്കുന്നു. ഇതൊന്നും സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. പക്ഷേ വരുന്ന തലമുറ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ പ്രക്രിയകൾ ചെയ്യുന്നവന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിവേഷങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വിളിപ്പേരുകളും ഇതെല്ലാം ഇനി വരുന്ന തലമുറ ഏറ്റെടുക്കത്തതേ ഉള്ളൂ. ഒരിക്കലും അതുകൊണ്ട് ഇതൊന്നും ഒരു സിനിമ കണ്ട് മുന്നോട്ട് വരുന്നൊരു കാര്യമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്യത്തുള്ളൂ. അല്ലാതെ ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് തലയിടുകയും ഈ നാട്ടിൽ ചെയ്തുകൂടാ എന്ന് വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും ആരും ചെയ്യത്തില്ല. നിയമം കൃത്യമാക്കി കഴിഞ്ഞാൽ ഈ സിനിമയൊന്നും ആരും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം മാറി. പണ്ടുള്ള ഒരു സംവിധായകന്റെ കഴിവ് നോക്കിയിട്ടായിരുന്നു സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അതിനകത്ത് അഭിനയിക്കുന്ന നായകൻ ആരാന്ന് നോക്കിയിട്ട് ആൾക്കാർ സിനിമ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം സിനിമയുടെ റിവ്യൂ എന്താണെന്ന് ആൾക്കാർ നോക്കി തുടങ്ങി. അതിനുശേഷം അവസാന കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഈ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണ്, അതിനെ ബേസ് ചെയ്തായിരിക്കും ആൾക്കാർ ഇപ്പോൾ സിനിമയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഓൺലി ഫോർ എന്റർടൈൻമെന്റിനെ മാത്രം ആസ്പദമാക്കിയാണ് ഇത്തരത്തിലുള്ള
പോലുള്ള സിനിമകൾ വിജയകരമായി ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റോറി ബേസ് ചെയ്ത കഥയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ മറൂസ് എന്ന് പറയുന്നൊരു സിനിമ വന്നിട്ട് ഈ പറയുന്ന ഒരു താര വാല്യൂ ഇല്ലാത്ത ഉണ്ണിമുകുന്ദന്റെ സിനിമയൊന്നും തോപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് താരമാരെന്നോ താരത്തിന്റെ സിനിമയുടെ സംവിധായകൻ ആരെന്നോ അല്ലെങ്കിൽ താരമൂല്യവും കഥമൂല്യവും കാര്യങ്ങളൊന്നും അല്ല. ആൾക്കാർക്ക് അത് എത്രത്തോളം എന്റർടൈൻമെന്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടത് ഇപ്പോൾ മാസാണ്, ആ ഒരു മാസ് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. ഈ 500 കോടി 1000 കോടിയും 2000 കോടിയും അടിക്കുന്ന സിനിമയ്ക്കകത്ത് ഈ പറയുന്ന മാസ് തന്നെ കുത്തി കയറ്റിയിരിക്കുന്നത്. ആ മാസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വിജയത്തിലേക്ക് പോകുന്നതും. ആ ഒരു വിജയം തന്നെയാണ് ഒരു സിനിമയുടെ സ്ട്രാറ്റജിയും അല്ലെങ്കിൽ സിനിമ ഒരു വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആക്ഷൻ ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ഞാനത് കാണത്തില്ല, ഞാനത് സെലിബ്രേറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നത് പഴഞ്ചൻ ഏർപ്പാടാ, പഴഞ്ചൻ രീതിയാണ്. സിനിമയെ സിനിമയുടെ രീതിയിലേക്ക് കാണുക, ജീവിതത്തെ രീതിയിലേക്ക് കാണുക. അങ്ങനെ വേർതിരിച്ച് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ജീവിതത്തിൽ ആർക്കും പ്രാവർത്തികമാക്കാനായിട്ട് തോന്നത്തതുമില്ല.